channel Twin Talkies. It's me Dia. It's me Lia. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മളങ്ങനെ നോമ്പ് കഴിഞ്ഞ് നമ്മുടെ പെരുന്നാളാണ്, ചെറിയ പെരുന്നാളാണ്. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെരുന്നാളിന്റെ വ്ളോഗാണ്. അപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങളൊക്കെ അത് പോയി കണ്ടിട്ട് വരിക. അപ്പോൾ വീഡിയോ ഇപ്പം തന്നെ എല്ലാവരും ലൈക്ക് ചെയ്തോളി. അപ്പോൾ ഇതാണ് നമ്മൾ കുളിച്ചിട്ട് മാറ്റിയ ഡ്രസ്സ്. ഇതിൻ്റെ ബ്ലൂ നീണ്ടുണ്ട്. പിന്നെ നമ്മളിനി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. അപ്പൊ അതൊക്കെ നമ്മള് വീഡിയോയില് ആഡ് ചെയ്യാറുണ്ട്. അപ്പൊ വേറെ ഡ്രസ്സാട്ടോ എടുത്തത്. ഇപ്പൊ നമ്മൾ കുളിച്ചിട്ട് മാറ്റുന്നെങ്കിൽ മാത്രമാണ് ഈ ഒരു ഡ്രസ്സ് എടുത്തത്. അപ്പൊ നമ്മുടെ ഈ വീഡിയോ എടുത്തു തരുന്നത് അല്ലൂസാണ്. അത് പ്രത്യേകിച്ച് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അല്ലൂസോൻ അങ്ങോട്ടാ വീഡിയോ എടുത്തിരുന്നത്. അവിടെ വേറെ എല്ലാവരും ഭയങ്കര തിരക്കിലാണ്. ഉമ്മ അടുക്കളയിൽ പണിയാണ്. അപ്പം നമ്മൾ അല്ലൂസിനെ പറഞ്ഞ വീഡിയോ എടുത്തതാണ്. പിന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഈ ഫാമിലിയിലേക്ക് ജോയിൻ ആവുക. അപ്പൊ ഇനി നേരെ വീഡിയോ. ഗൈസ്, അങ്ങനെ നമ്മള് പൊലിച്ചൊക്കെ എണീറ്റിട്ട് നമ്മളെ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ പഴം നിറച്ച് ആക്കാൻ വേണ്ടിയിട്ടുള്ളത് ഉമ്മ ഇവിടെ റെഡിയാക്കി വെച്ചിട്ട് അതിനുള്ളിൽ നടക്കുന്ന ഫില്ലിങ്സ് അത് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളെ മറ്റേ നോമ്പ് എന്നൊക്കെ പറയുന്നത് നോമ്പ് കഴിഞ്ഞിട്ടായിരുന്നില്ല, പെരുന്നാളിൽ നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സാധനം ഉണ്ട്, കടുക്ക നിറച്ചത്. അതിൻ്റെത് ഇതവിടെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളെ മുളകൊക്കെ തേച്ചിട്ട് പൊരിക്കാനുള്ളതാണ്. ഒക്കെ നമ്മളിപ്പം തന്നെ പൊരിക്കാൻ വേണ്ടി പോവാണ്. നമുക്ക് ഇവിടെ അടുത്തൊക്കെ കുറച്ച് വീട്ടിൽ കൊണ്ടൊക്കെ കൊടുക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പം തന്നെ വേഗം ആക്കുകയാണ്. എന്നാലേ ഇപ്പോഴൊക്കെ പൊരിച്ച് വെച്ചാൽ അത് വേഗം കൊണ്ടൊക്കെ കൊടുക്കാനൊക്കെ പറ്റുള്ളൂ. പിന്നെ നമ്മൾ പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ഫിഷ് ബിരിയാണിയും പിന്നെ ചിക്കൻ ഫ്രൈയും ആണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ കേട്ടോ. അപ്പൊ നമ്മൾ രാവിലെ എണീറ്റിട്ട് ഇതൊക്കെ ഒന്ന് വേഗം ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. അപ്പൊ പിന്നെ നിങ്ങളോടൊരു കാര്യം പറയാൻ പറയും, ഈദ് മുബാറക് ആദ്യം തന്നെ പറയേണ്ടി വരും. അപ്പൊ എല്ലാവർക്കും നല്ലൊരു പെരുന്നാളാവട്ടെ. നമ്മളെ നോമ്പൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഈ ഒരു വർഷം മുഴുവൻ അടിപൊളിയായിട്ട് പോട്ടെ. എല്ലാവർക്കും ആ സന്തോഷത്തിന്റെ, ഐശ്വര്യത്തിന്റെ, സമാധാനത്തിന്റെ, അതാണല്ലോ മെയിൻ ആയിട്ട് വേണ്ടത്. അപ്പൊ അതൊക്കെ ഒരു അടിപൊളി വർഷമാവട്ടെ. അപ്പൊ ഇതൊക്കെ ഞാൻ ശരിയപ്പെടാന്നുണ്ട് എല്ലാം കാണിച്ചു തരാട്ടോ. അപ്പൊ നിങ്ങളെ വീട്ടിൽ എന്തൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാട്ടോ. അപ്പൊ ഇനി വേഗം കാണിച്ചേ ഗൈസ്. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ കടുക്കമ്മേന്ന് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ മറ്റേതിൻ്റെ ഫില്ലിങ്സ് ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ മസാല തേക്കുന്ന പൊരിക്കാനുള്ളതിൻ്റെ സ്റ്റാർട്ടിങ് കടുക്കേൻ്റെ നിന്നാണ്. അപ്പോൾ നമ്മൾ മസാല തേച്ചിട്ട് അതിൻ്റെ പൊരിക്കാനുള്ള മുളകിൻ്റെ ആ ഒരു ഇത് തേച്ചിട്ട് ഇതാ ഇങ്ങനെ റെഡിയാക്കി വെക്കുന്നുണ്ട്. ഇത് നമ്മൾ പൊരിക്കുന്നതും കൂടെ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ മൊത്തമായിട്ട് നമ്മൾ ഉണ്ടാക്കില്ല, കുറച്ച് ഇവിടെ കൊണ്ടു കൊടുക്കാനും പിന്നെ നമുക്ക് വേണ്ടിയതാണ് ഇപ്പോൾ ഇവിടെ റെഡിയാക്കുന്നത് കേട്ടോ. ഗൈസ്, ഇനി അടുത്തത് നമ്മളിതാ പഴം നിറയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫില്ലിങ്സ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഉമ്മ കുറച്ച് ഇവിടെ നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കി ഞാനിത് നിറയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് വേഗം ചെയ്ത് കൊടുക്കട്ടെ ഗൈസ്. അങ്ങനെ ഇതാ നമ്മുടെ കടുക്ക പൊരിച്ചത് അവിടെ പൊരിഞ്ഞ് വരുന്നുണ്ട്. ഇവിടെ പിന്നെ ഇതാ കുറച്ച് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് റെഡിയാക്കിയിട്ട് കാണിക്കാൻ വിചാരിച്ചിട്ടാണ്. ഇതാ ഇവിടെ നല്ല ആവി പറക്കുന്ന കടുക്ക നിറച്ച് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ നമ്മളെ പഴം നിറച്ചത് റെഡിയാക്കുന്നുണ്ട് കേട്ടോ. ഇതാ ഇവിടെ ഇതും ഇവിടെ കുറച്ച് ഇതാ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയും കൂടെ പൊരിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. ഇനി അതൊക്കെ ആയിട്ട് ഇവിടെ രണ്ടെണ്ണം കൂടെ ഉണ്ട്. പിന്നെ ഇത് അവിടെ ഇതുണ്ട് ഗൈസ്. ഇനി അടുത്തതാ ഇവിടെ നമ്മൾ പായസം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഇപ്പമ്മേൻ്റെ സ്പെഷ്യൽ സേമിയ പായസമാണ്. അപ്പോൾ സേമിയ ഇതിവിടെ ഇങ്ങനെ ഉടച്ചിട്ടിട്ടുണ്ട്. ഇനി ഇത് എന്താ അതിൽ വറുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മുടെ പായസം ഇവിടെ റെഡി ആവുന്നതാണ്. നമ്മൾ പാല് തിളപ്പിച്ച് സേമിയ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി സേമിയ വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ആക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഒരു സൈഡിൽ ചെമ്മീൻ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മസാല ഇവിടെ റെഡി ആക്കുന്നുണ്ട്. അതിനുള്ളിൽ നല്ലോണം അങ്ങനെ താളിച്ചെടുത്തിട്ടുണ്ട്. ഒന്നുകൂടി കൂടി വഴന്ന് വരാനുണ്ട്. നമ്മുടെ പായസം അത് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് റെഡി ആയിട്ടില്ല, കുറച്ചും കൂടി അതൊന്ന് കാണിച്ചെടുക്കും. ഈ സേമിയ ഇനി ഒന്നുകൂടി വേവാനുണ്ട്. ഇനി ഇതൊക്കെ റെഡി ആയിട്ട് നമുക്ക് കാണാം. പള്ളിയിൽ പോവാണ്. നമസ്കാരം അല്ലേ?
നിസ്കരിക്കാൻ ഗൈസ് ഇനി നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോകാണ് കേട്ടോ. എല്ലാവരും ചായ കുടിച്ച് നമുക്ക് വീഡിയോ എടുക്കാനുള്ളത് കൊണ്ട് നമ്മൾ പിന്നെ കുറച്ച് എനിക്ക് കുടിക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ എല്ലാ സ്ഥലത്തും പോയി കൊണ്ടൊക്കെ കൊടുത്തിട്ടോ. അപ്പം ഇനി ഞാനും ലിയ മാത്രമേ ഉള്ളൂ ചായ കുടിക്കാൻ ഉള്ളത്. അപ്പോൾ നമ്മളെ കടുക്ക നിറച്ചതും ഉണ്ട്, പഴം നിറച്ചതും ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇന്ന് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ കടുക്ക നിറച്ചുണ്ട്, പിന്നെ ചെമ്മീൻ ബിരിയാണി ഉണ്ട്. അതിൻ്റെ ഒക്കെ വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കണം ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കാൻ ചില ആൾക്കാർക്ക് ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി നോക്കണം താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ വീഡിയോൻ്റെ എൻഡിൽ കൊടുക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാവരും നോക്കണമെന്നില്ല. അതുകൊണ്ട് വീഡിയോ എൻഡിൽ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചായ കുടിക്കട്ടെ. പിന്നെ പായസം ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കുടിക്കാൻ വിചാരിച്ചിട്ടാണ്. എങ്ങനെയുണ്ട് ദിയ? ചായ നല്ല ഇപ്പൊ ഞാൻ കുടിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ. ആ പഴം നിറച്ച് ഒന്ന് തിന്ന് അതെടുത്ത് നോക്ക് എങ്ങനെ ഉണ്ട് നോക്കാലോ. ഞാൻ നിൽക്കുമ്പോൾ എന്തായാലും വീഡിയോ എടുക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് കണ്ടോടെ വിചാരിച്ചിട്ട് പ്ലേറ്റ് നിറച്ച് വെച്ചാട്ടോ. അപ്പം ഇനി ബാക്കിയുള്ള വിശേഷങ്ങളാണ്. ഉമ്മ അവിടെ ചോറ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയത്. ഇത് വേഗം ഫുഡ് വെച്ച് കഴിഞ്ഞിട്ട് വേണം അതിലേക്ക്. അത് ഉമ്മ ചിക്കൻ പൊരിക്കുകയാണ്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്നാൽ പിന്നെ നിങ്ങൾ അത് പോയി കണ്ടിട്ട് വരും. അപ്പോഴത്തേക്ക് ഞാൻ ഗൈസ് ഇവിടെ ഇതാ ചിക്കൻ പൊരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. ഇതാ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, ചിക്കൻ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്തേതാ ഗൈസ് നമ്മളെ ബിരിയാണീൻ്റെ കായ ഇതാ ഇവിടെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ചെമ്മീൻ ബിരിയാണീൻ്റെതാണ് ഗൈസ്. അങ്ങനെ ഇതാ നമ്മൾ ചോറ് സെപ്പറേറ്റ് ചെയ്യാണ് കേട്ടോ. ചോറ് ഒരു പാത്രത്തിൽ, കായ ഒരു പാത്രത്തിലാക്കുകയാണ്. അപ്പോൾ ഏതാണ്ട് ഫുഡ് കഴിക്കാനുള്ള സമയമായി വരുന്നുണ്ട്. ഗൈസ് ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഏതാണ്ട് 1:30 കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിവിടെ നൈബേഴ്സിനും കുറച്ച് ഫുഡൊക്കെ കൊണ്ടു കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം ഈ പ്ലേറ്റ് എടുത്താണ്. സാധാരണ ഈ പ്ലേറ്റ് ഒന്നും എടുക്കരില്ല. ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ എടുക്കാമെന്നല്ലാണ്ട് പിന്നെ നമുക്ക് ഫുഡ് അമ്മ ഉണ്ടാ ചിലപ്പോൾ ചീത്ത അറിയും ഈ പ്ലേറ്റ് എന്തിനാണ് എടുത്തത്. അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ നിങ്ങളെ വീട്ടിൽ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇടുന്നുണ്ട്. നിങ്ങളെ വീട്ടിലും അങ്ങനെ ആയിരിക്കില്ലേ? റിലേറ്റീവ്സിനാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അധികം ആൾക്കാരുടെ വീട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കും. നല്ല പ്ലേറ്റ് ഉണ്ടെങ്കിലും അതിലൊന്നും തിന്നാൻ സമ്മതിക്കില്ല. എന്നിട്ട് അത് നമ്മൾ ഷോക്കേസിലൊക്കെ വെക്കുന്നതാണ്. അപ്പോൾ ആരെങ്കിലും വരുമ്പോൾ മാത്രം എടുക്കുന്ന പ്ലേറ്റ്. കായം ചെമ്മീൻ്റെ ആണ് കേട്ടോ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയ ചെമ്മീൻ കിട്ടി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെമ്മീൻ ബിരിയാണിയാണ് കേട്ടോ വെച്ചത്. പിന്നെ നമ്മളെ വീഡിയോ കാണുന്നവർക്കാണെങ്കിൽ അറിയാം, നമ്മൾ പൊതുവേ പെരുന്നാളിൽ നമ്മൾ ഫിഷ് ഐറ്റംസ് മാത്രമേ വെക്കുള്ളൂ. ചില ബിരിയാണിയൊക്കെ ആയിട്ട് ചിക്കൻ ഉണ്ട്, പക്ഷെ നമ്മൾ ചിക്കൻ അങ്ങനെ വെക്കാറില്ല. ഇനി നമുക്ക് തൈരും ചമ്മന്തിയൊക്കെ ഉണ്ട്. ഞാൻ കുറച്ച് ചോറ് എടുത്തുള്ളൂ. അതും കണ്ടാൽ ചിലപ്പോൾ നമ്മൾ നോമ്പ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആദ്യത്തെ കുറച്ച് ദിവസം കുറച്ചൊരു ചെറിയൊരു ഇതുണ്ടാവും ഫുഡുമായിട്ട്. നമ്മളെ കാര്യത്തിൽ അങ്ങനെയല്ല കേട്ടോ, പൊതുവേ ഉള്ളത് പറഞ്ഞതാ. അത് കാണാൻ മാത്രമുണ്ട്. ചമ്മന്തി ഒന്നും അങ്ങനെ ഞാൻ കൂട്ടൊന്നുമില്ല. പിന്നെ ഒരു പ്ലേറ്റിൽ നിന്നോട്ടെ കളർഫുൾ ആയിക്കോട്ടെ.
എല്ലാവർക്കും എടുത്ത് വെക്കാം. ആദ്യം ഞാൻ ഇതും നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അറിയില്ല, നോക്കട്ടെ. ഇപ്പം പൊരിച്ചേ. അപ്പം എന്താ, ഇതാണ് ഞാൻ എടുത്തത്. ഇനി ഇതിൻ്റെ മുകളിലൊന്നും ലെമണും കൂടെ ഇമ്മ പൊരിക്കുന്ന സമയത്ത് ആക്കിയതാണ്. കഴിക്കുന്നുണ്ടോ? ഇതിൻ്റെ മുകളിൽ ഒന്നും കൂടെ ഒന്നും ലെമൺ ചെയ്യണം. അപ്പം ഇതാണല്ലോ ഞാൻ എടുത്തത്. ഞാൻ പപ്പടം പൊരിച്ചു കൊടുക്കട്ടെ, അല്ലെങ്കിൽ ചോറൊന്നുമില്ല. ഗൈസ്, അങ്ങനെ ഫുഡൊക്കെ എടുത്ത് പപ്പടമൊക്കെ പൊരിച്ച് കൊടുത്ത് അങ്ങനെ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാൻ. എങ്ങനെയുണ്ട് ദിയ? ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ചോറ് എങ്ങനെയുണ്ട് പറയൂ. അടിപൊളിയാ. ഹലോ ഗൈസ്, അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ഔട്ട്ഫിറ്റ്. അല്ലൂസിന്റെ പിന്നെ ഞങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ കണ്ടിട്ടുണ്ടാവും. ഇതാണ് ലിയൻ്റെത്. അതിന്റെ ഒരു ബ്ലാക്ക് കളറ് ഉണ്ട്. എങ്ങനെയുണ്ട് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. നമ്മളെപ്പോഴും എന്താ പറയാ ഫുൾ ടോപ്പ് ഒക്കെ ആണ് എടുക്കാൻ. അപ്പൊ ഈ പ്രാവശ്യം വിചാരിച്ചു എപ്പോഴും ഒരേപോലെ ആണെങ്കിലും എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും എടുക്കാം. അങ്ങനെ എടുത്തായിട്ട് ഇടാൻ പറ്റുന്ന ടൈപ്പാണ്. പക്ഷെ നമുക്ക് ഇങ്ങനത്തെ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടില്ല. അപ്പൊ അങ്ങനെ എടുത്തതാണ്. അപ്പൊ ഇത് ഞങ്ങൾക്ക് ഇട്ടിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യട്ടോ. എങ്ങനെ എന്താ നമുക്ക് ഇട്ടിട്ട് രസമുണ്ടോ നിങ്ങൾ പറയുന്നത് നോക്കട്ടെ. അപ്പൊ ഇനി നമ്മളിപ്പം കുടുംബക്കാരുടെ വീട്ടിലേക്കൊക്കെ വേണ്ടി പോകുന്നതാണോ, പുറക്കാട്ടിലൊക്കെ ഒന്ന് പോകണം. അപ്പൊ ഇപ്പൊ തന്നെ നമ്മൾ 5 മണിയായി. ഇറങ്ങുമ്പോൾ തന്നെ ഇനി നമുക്ക് അവിടെ ഒക്കെ പോകണം. അതിന്റെ ഒക്കെ നമ്മള് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നേരെ പോവാട്ടോ. ഗൈസ്, നമ്മൾ ആദ്യം തന്നെ പൊക്കുന്നിലേക്കാണ് കേട്ടോ വന്നത്. നമ്മൾ എല്ലാ പെരുന്നാളിനും വരുന്ന ഒരു സ്ഥലം കൂടാണ് കേട്ടോ ഈ പൊക്കുന്ന് എന്ന് പറയുന്നത്. ഇത് ഇപ്പൻ്റെ അമ്മൂൻ്റെ വീടാണ് കേട്ടോ. നമ്മളെ കൂടെ ഇപ്പമ്മ ഉണ്ടായിന്. ഇപ്പമ്മ നോമ്പിന് വന്നാണല്ലോ. ഇനിയിപ്പോൾ ഇപ്പമ്മ മാങ്കാവിലേക്ക് പോവാണ് കേട്ടോ, കുറച്ച് ദിവസം അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പം എന്താ നമ്മൾ പൊക്കുന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ. ഗൈസ്, നമ്മൾ പോയ സമയത്താണെങ്കിൽ അവിടെ വേറെയും കുറച്ച് കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അല്ലൂസ് ഓലെ കൂടെ കളിക്കുകയാണ്. കുറേ നേരം കളിച്ചിരുന്നുണ്ട് കേട്ടോ. അല്ലൂസ് ആണെങ്കിൽ പിന്നെ ഒരു വട്ടം കണ്ടാൽ മതി, പെട്ടെന്ന് തന്നെ ഫ്രണ്ട് ആയിക്കോളും. ഓടിയിട്ട് വീകണ്ട. നിങ്ങൾ രണ്ടാളും കൂടി ഇരുന്നോ. അതാ എനിക്ക് കൊടുക്ക. അത് പോയി. പൈസക്കാരി. പല്ല് മാറ്റാനുള്ള പൈസ കിട്ടി. പല്ല് മാറ്റാൻ കേട്ടോ. നല്ല വലിയ പിന്നെ ആ വൈകി പോകുമ്പോ അപ്പം തുടങ്ങും പല്ല് കാണിക്കുകയാണെങ്കിൽ എവിടെ പോവാണെങ്കിൽ വൈകൂടെ തന്നെ പോവാം. സ്വർണ്ണപ്പല്ല് കേട്ടാ.
ഓളക്കാക്ക സ്കൂട്ടർ വാങ്ങിയ അങ്ങനെ കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഇനി നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. ഇപ്പം അധികം കുടുംബക്കാരും മാങ്കാവ്, കിണാശ്ശേരി, പൊക്കുന്ന് അങ്ങനെ ഉള്ള ആ ഒരു ഭാഗത്ത് തന്നെയാണ് ഉള്ളത്. അപ്പോൾ അടുത്തടുത്തായതുകൊണ്ട് വേഗം പോയി വരാൻ പറ്റും. അപ്പോൾ ഇനി അടുത്തത് ഇപ്പം വേറൊരു അമ്മോൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഓലെ വീട് കിണാശ്ശേരിയാണ്. പിന്നെ ഇമ്മൻ്റെ കുടുംബക്കാരെ വീട്ടിലും പോയിട്ടുണ്ട്. അത് രാവിലാണ് പോയത്. അത് ഉമ്മയും ലിയയും അല്ലൂസും കൂടെ വണ്ടിമേൽ പോയി വന്നതേനു. എനിക്ക് പോകാനുള്ള സ്ഥലമില്ല, ആ വണ്ടി കയറാനുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. ഇപ്പൻ്റെ ലെമ്മൻ്റെ മാമന്മാരെ വീട്ടിൽ പോയി വന്ന ഓലെ വീട് VK റോഡാണ് കേട്ടോ. അപ്പോൾ ഓലെ അവിടെയൊക്കെ പോയി വന്ന അപ്പോൾ അതിൻ്റെ വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല അതിനു. ഇപ്പം എന്താ നമ്മൾ ഇപ്പൻ്റെ ഒരു അമ്മേൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അതെന്താ സംഭവം മനസ്സിലായിട്ടില്ലേ? കൈവ നിങ്ങൾ രണ്ടാളും വേണ്ട അമ്മ ഞാനൊക്കെ എപ്പോഴും കിട്ടിയാ വാങ്ങും. ഡോറടിക്കാനാ അബ്ബ 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 പോരി കണ്ണില്ലേ? കുഞ്ഞി കണ്ണു മൂക്ക് മാത്രമേ അറിയുള്ളൂ. കണ്ണ് എവിടെ വാവാ? അതൊന്നും അറിയില്ല. മൂക്ക് മാത്രമേ ഉള്ളൂ, അവർക്ക് കണ്ണ് മാത്രമേ അറിയുള്ളൂ. ആ നല്ല മോനാണ്. ബൈ ബൈ ഗൈസ്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ വരുന്ന വഴിക്ക് ഏതോ ഒരു അമ്പലത്തിൽ എന്തോ ഉത്സവം എങ്ങാനും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ലൈറ്റ് വെച്ചിട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കണ്ടപ്പോൾ അതിഷ്ടമായി, കളർഫുള്ളായിട്ട് തോന്നിയുകൊണ്ട് അങ്ങനെ അത് വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇനി നമ്മൾ നേരെ മാങ്കാവ് പോയിട്ട് ഇപ്പമ്മൻ അവിടെ ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇനി അവിടുന്ന് പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകണം. നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ ഇനി ഫുഡ് കഴിച്ചിട്ട് വേണം പൊറക്കാട്ടറിയിലേക്ക് പോകാൻ കേട്ടോ.
ഏതാ ഓറഞ്ചോ വൈറ്റ് ദിയക്ക് സാമ്പാറും ആ ഓറഞ്ച്. അല്ലൂസിനോ? അല്ലൂസിനേത്? ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ സാറുമ്മേൻ്റെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. നമ്മൾ പൊതുവേ പെരുന്നാളിന് ഫസ്റ്റ് തന്നെ പൊറക്കാട്ടിൽ പോയിട്ടാണ് ബാക്കി എല്ലാ സ്ഥലത്തേക്കും പോക്ക്. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ ലാസ്റ്റിലാണ് സാറുമ്മേൻ്റെ അങ്ങോട്ട് പോകുന്നത് കേട്ടോ. കുറച്ച് ലേറ്റായിപ്പോയി, കുറച്ചധികം ലേറ്റായിപ്പോയി, രാത്രി ആയിപ്പോയില്ലേ. പിന്നെ നമുക്ക് നേരെ സാറുമ്മേൻ്റെ അങ്ങോട്ട് പോവാം. അതാ പറുതിട്ട് പോകുന്ന ആൾക്കാരെ കണ്ട ഗൈസ്, സാറുമ്മയും മാമിയും ഉണ്ട്. പിന്നെ ഇതാ ഇർഫു സൈനും ഉണ്ട് കേട്ടോ. ഒരെടോ പോയിട്ട് വരികയായിരുന്നു. അപ്പോൾ നമ്മളെ കണ്ടപ്പോൾ അവിടെ നിന്ന് കുറച്ച് നേരം സംസാരിച്ച് പിന്നെ നമ്മൾ നേരെ ഇപ്പോൾ സാറുമ്മേൻ്റെ അങ്ങോട്ട് പോവുകയാണ്, വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അവിടെ പോയപ്പോൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അവിടെ പോയിട്ട് അവിടെയുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കോയപ്പാ വലൈക്കും സലാം. ഇത് മുബാറക്. ആ കുറച്ചും കൂടെ ഇറക്കാൻ വേണ്ടീനു. അതില്ല നമ്മൾ നോക്കിയപ്പോ ഈ ഒരു സൈസ് ഉള്ളതാണ് കണ്ടത്. അപ്പൊ ഇത് കണ്ടപ്പോ പിന്നെ നമ്മൾ വിചാരിച്ചു ഇങ്ങനത്തെ എടുക്കാൻ. അപ്പൊ ഒരു പൂതി ഇങ്ങനത്തെ അതാ അല്ലൂസിന്റെ കയ്യില. ഉപ്പമ്മ പറഞ്ഞേ അത് ഇനി ഓർക്ക് രണ്ടാക്കും കൊടുക്കണം കേട്ടോ, എന്നെ ഏൽപ്പിച്ചാണ്. അപ്പൊ ഞാൻ മറക്കാണ്ട് പറയണ്ട്. അങ്ങനെ അപ്പം ഗൈസ്, ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഈദ് വ്ളോഗിലുള്ള കാര്യങ്ങൾ കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഇന്നത്തെ ഈദ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഞങ്ങളെ ഔട്ട്ഫിറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ, എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മൾ ഇന്ന് കുറച്ചേ എടുത്തിട്ടുള്ളൂ നമ്മുടെ ഈദ് വ്ളോഗിൻ്റെ വിശേഷങ്ങൾ. അപ്പം എന്താ പറയുക, ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ കയ്യിൽ പുതിയ കണ്ടന്റ് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമന്റ് ചെയ്തോളി. നമുക്ക് നെക്സ്റ്റ് ആ വീഡിയോ തന്നെ അങ്ങോട്ട് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ പിന്നെ ഇതിനു മുമ്പേ നമ്മൾ ഇട്ട ഒരു എന്താ പറയുക ഒരു നോമ്പുകാരൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ അതേപോലെ തന്നെ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ ഫുഡ് നമ്മൾ ചെമ്മീൻ ബിരിയാണിയും പിന്നെ അതേപോലെ തന്നെ കടുക്ക നംസതും ആയിട്ടൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെത് വേണമെങ്കിൽ നമ്മൾ വീഡിയോൻ്റെ എൻഡിങ്ങിൽ കൊടുക്കാട്ടോ. അത് ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ, അടിപൊളിയാണ്. പ്രത്യേകിച്ച് കടുക്ക നർച്ചതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടാക്കിയിട്ട് കിട്ടിയെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. അപ്പം നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.